ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ എറണാകുളത്തുള്ളത് ഷാരോൺ മിസ്സിൻ്റെ വീട്ടിലാണ്. നമുക്കിന്ന് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചൊരു ഒരു ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഒരു റിഫ്രഷ്മെൻറ്റ് പ്രോഗ്രാം എല്ലാ ഇയറും ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് ക്രൗൺ ക്ലാസ്സിലായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇപ്രാവശ്യം അത് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച്, ഇപ്രാവശ്യം ഞാനും ഷാരോൺ മിസ്സും മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച്, ബാക്കി എല്ലാവർക്കും വേറെ പല പ്രോപ്പർട്ടീസിൽ വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്നപ്പോൾ പോകാൻ എളുപ്പമാണല്ലോ. അതെ, രാവിലെയാണ് നല്ല മഴ. മിസ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ്, മിസ്സിൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആരും, ഞാനും മിസ്സും മിസ്സിൻ്റെ ബ്രദറും മാത്രമേ ഉള്ളൂ. അപ്പോൾ മിസ്സാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ഗുഡ് മോർണിംഗ് മിസ്. എന്താ മിസ്സേ സ്പെഷ്യൽ? അവക്കാഡോ ടോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആകാം അല്ലേ? സാരിയൊക്കെ നമ്മൾ ഓൾറെഡി പ്ലേറ്റ് എടുത്ത് വെച്ചേക്കുക. നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കാണാം. അപ്പം നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സാമുവൽ എൻ്റെ വ്ളോഗാണ്. അപ്പം മിസ്സിൻ്റെ ബ്രദറുണ്ട്. ബ്രദർ ഞങ്ങളെ ആലുവയിലാക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ആലുവയിൽ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് പോവാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ശരിയത്. അങ്ങനെ നമ്മൾ സമയത്ത് തന്നെ അവിടെ ചെന്നപ്പോൾ മോർണിംഗ് സെഷൻ കഴിഞ്ഞൊരു ടീ ബ്രേക്ക് ആയിരുന്നു. പിന്നെ ലഞ്ചും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ FOM ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അന്നത്തെ ദിവസം അവിടെ ഒരു ഫയർ മോക്ക് ഡ്രിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്ന ദിവസമായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റും. ഫയർഫോഴ്സ് ഓഫീസേഴ്സൊക്കെ വന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മുടെ അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പം സമയമുള്ളത് കൊണ്ടും വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ടും നമ്മൾ നേരെ ഷീമാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഷീമാട്ടിൽ എന്തോ ഓഫർ സെയിൽ എന്തോ നടക്കുകയാണ്. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കേട്ടോ പോയത്. പക്ഷേ ആദ്യം നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ നമുക്ക് കിട്ടിയ സാരീസൊക്കെ ആണെങ്കിലും നല്ല സാരീസ് ആയിരുന്നേ. കൊള്ളാല്ലേ? പ്രിന്റ് ഒന്ന് കാണിച്ച മിസ്സേ, എത്ര റേറ്റിന്റെ? 870. അത്ര ഡിസ്കൗണ്ടഡ് റേറ്റ് ആണോ? എത്രയാ? നൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ ബോക്സിൽ സാരീസ് കൊണ്ടുവന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ആൻറ്റിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടി കിട്ടണമെന്ന് ഓർത്ത് ഞങ്ങളങ്ങ് ബാക്കിലോട്ട് മാറി നിന്നു. പിന്നെ നമ്മൾ കുറേ നോക്കി നമുക്കും കിട്ടി. ഒന്നും എടുക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്തോ എടുത്ത പക്ഷേ 4 കവർ നിറച്ച് സാരി എടുത്ത് 10 ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. ആകെ ഞങ്ങൾ ആദ്യം എടുത്ത ബ്ലൗസിന്റെ മെറ്റീരിയൽ, ഒരു 30 രൂപയുടെ ബ്ലൗസിന്റെ മെറ്റീരിയൽ എടുത്ത് ഇറങ്ങാൻ നിന്നതാ. ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫ് ഒരു രക്ഷയില്ല. നല്ല ഇല്ല, എന്നാലും നമുക്കൊരു 600-800 ഒക്കെ ടോട്ടൽ അല്ലേ? ഒരു 1000 ബിലോയെ ആയിട്ടുള്ളൂ ഇത്രയും സാരിക്ക്. അതും നല്ല ക്വാളിറ്റി ഉള്ള 5 സാരിക്ക് 1000 ആയിട്ടുള്ളത്. പെർ സാരിക്ക് ഒരു 200-100ന്റെ സാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഒന്നും വാങ്ങത്തില്ല നേരിച്ച് ഇത്രയും വാങ്ങിയല്ലേ? ഹാപ്പിയാണോ? സാലറി ഒക്കെ നേരത്തെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇനി സാരി ഹോൾ ചെയ്യണ്ടേ? ഞാൻ ഫസ്റ്റ് ടൈം ഷീമാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാഫിന്റെ അടുത്ത് പറയാം, നല്ല ചേട്ടന്മാർ കേട്ടോ. നമ്മൾ അവിടെ ബില്ലടിച്ചിട്ട് പോകാൻ നിന്നതാ, 3 സാരി എടുത്ത് പോകാൻ നിന്നതാ. പക്ഷെ ആ ചേട്ടന്മാർ ഒറ്റ ആൾക്കാർ കാരണമാണ് നമ്മൾ ഇത്രയും സാരി എടുത്തല്ലേ. അപ്പോൾ താങ്ക് യു ഷീമാട്ടി. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ, ഡിന്നർ കഴിക്കാന്ന് വെച്ചു. എവിടെയാണ് മിസ് ചെയ്ത്? കാലടിയിൽ റോയൽ ഷെഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അയ്യോ, ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ അല്ലേ, അയ്യോ ഒരു വല്ലാത്ത ഡേ. കുറേ സംഭവങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്തിട്ടില്ല മിസ്സോ. എറിഞ്ഞൊക്കെ കുറച്ച് ഇടിയൊക്കെ വെച്ച്, ഞങ്ങളുടെ ഇടിയൊന്നും വെച്ചില്ല കേട്ടോ. ബാക്കിലോട്ട് നിന്ന്, കാരണം കുറേ ചേച്ചിമാരുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല നമുക്ക്. ആ ചേട്ടന്മാർ, ആ സെയിൽസ് സ്റ്റാഫാണ് പിന്നെ നമ്മളൊന്ന് ഹെൽപ്പ്. ഞങ്ങൾ മാറി നിൽക്കുന്നൊരു പാവം തോന്നിയിട്ടാ തോന്നല്ലേ? സാരിയൊക്കെ കൂടെ. അയ്യോ, ഞങ്ങളത് എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു ഡേ ആയിരിക്കും ഇന്ന്. ഞങ്ങൾക്ക് ആദ്യം കുറെ ഇങ്ങനെ പട്ടുസാരി പോലത്തെ സാധനമൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ ആ ചേട്ടന്മാരോട് ഞങ്ങൾ ടീ
സാരി ഇങ്ങനത്തെ എല്ലാം ഞങ്ങൾക്ക് ഇച്ചിരി കാഷ്വൽ ആയിട്ടുള്ളതായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞപ്പം അവരൊരു 6-7 എണ്ണം എടുത്തുകൊണ്ടിരുന്നത്. അതെ, അത് നമ്മുടെ റേറ്റിന് നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് നമുക്ക് പറ്റുന്ന ഡെയിലി വെയർ സാരീസ് തന്നെ നമുക്ക് കിട്ടി. നല്ല ഹാപ്പി അല്ലേ? അതായത് മനസ്സ് നിറഞ്ഞെങ്കിൽ ഷോപ്പ് ചെയ്യാന്ന് പറയത്തില്ല, അതുപോലെ ആയിപ്പോയി. ഇനി സാരി വേണ്ട ഒരു വർഷത്തേക്കല്ല, ഈ അക്കാഡമിക്ക് കയറി ഇടാനുള്ള സാരി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊതുവേ ഷോപ്പിങ്ങിന് ഞങ്ങൾ രണ്ടും ഒരേ ടേസ്റ്റാണ് അല്ലേ? അപർണാമിസ് ചെയ്തുണ്ട് അതുപോലെ. ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോട് നമുക്കത്ര താല്പര്യമില്ല, അത്ര സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപാട് അങ്ങ് വാങ്ങുക, ടോട്ടലി നോർമലി ഓവർ അങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറില്ല ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അവിടെ എല്ലാം ഒരു 500, 700, 900 ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വേണ്ട എടുക്കണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ആലപ്പുഴയിൽ രസമുണ്ടല്ലോ, കൊല്ലത്ത് തുപ്പാശ്ശേരി ഉണ്ടല്ലോ, അപർണാമിസ് കൊല്ലത്ത് അവിടെ നിന്ന് വാങ്ങും. എനിക്ക് ആലപ്പുഴ രസമുണ്ട്, കൃഷ്ണാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങി ഇവിടെ നിന്ന് എന്തിനാണ് ചുമക്കുന്നത് പറയാൻ ഇറങ്ങാൻ തന്നെയാണ് അല്ലേ? അപ്പോഴാണ് മാലാഖമാർ പോലെ ആ ചേട്ടന്മാർ വന്ന് ഇത് കാണുന്നവർക്ക് ഇപ്പം 5 സാരി കിട്ടിയതിൽ എന്നാ പറയാനുണ്ടെന്നല്ലേ? ഗേൾസിന് ലേഡീസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതും ഡെയിലി സാരി എടുക്കുന്ന ലേഡീസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. എന്നാൽ പിന്നെ ഡിന്നറൊക്കെ കഴിച്ചേക്കാന്ന് വെച്ച് പുറത്തുനിന്ന്. അല്ലാതെ വീട്ടിലാരും ഉണ്ടാക്കാനില്ല, വീട്ടിലാരും ഇല്ല, മിസ്സിൻ്റെ പപ്പയും അമ്മയും ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് പോകണം വീട്ടിലോട്ട്. മിസ്സിൻ്റെ ബ്രദറെ പിക്ക് ചെയ്യാൻ വരും. അത് കഴിഞ്ഞിട്ട് നാളെ പിന്നെയും ട്രെയിനിങ് അല്ലേ? നാളെ ലാസ്റ്റ് ഡേയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോകും. മിസ്സിൻ്റെ വീട്ടിലോട്ടും പോകും. പിന്നെ മൺഡേ ഓൺവേർഡ്സ് നമ്മുടെ യൂഷ്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം എന്തായാലും ഡിന്നർ വന്നിട്ട് ഇപ്പോൾ വരുമോ മിസ്സേ? നമ്മളെന്തുവാ പറഞ്ഞേ? പൊറോട്ടയും ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് നമ്മുടെ ഫുഡ് വന്നു. ബാങ്ക് വിളിക്കണം, ബാങ്ക് വിളിച്ചിട്ട് ഞങ്ങളപ്പോൾ വന്ന് സാരിയൊക്കെ നോക്കിയല്ലേ മിസ്സേ? ഒറ്റ സാരിക്ക് ഡാമേജ് ഇല്ല കേട്ടോ, എല്ലാം നമ്മൾ തുറന്ന് നോക്കി. ഒരു സാരിക്ക് ഡാമേജ് ഒന്നും ഇല്ല. നാളെ നമ്മൾ പോയാലോ എന്നുള്ള ആലോചനയിലുണ്ടല്ലേ? ഞങ്ങൾക്ക് മതിയായില്ല. ഞങ്ങൾ ചിലപ്പോൾ നാളെയും കൂടെ പോയാലോ എന്നുണ്ടോ. ഇതൊക്കെ ചുമന്ന് ആലപ്പുഴ പോകണമല്ലോ എന്ന് ആലോചിച്ചാൽ വീട്ടിൽ വിളിച്ചു അമ്മേനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് നാളെയും കൂടെ പോയി എടുക്കുന്ന അമ്മ പറയുന്നത്. ഈ ഒരു റേറ്റിനൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഈ ഒരു റേറ്റിന് ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഇത്രയല്ലേ, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് സാരിക്കൊക്കെ. നല്ല ഡിസൈൻ, ഓരോന്നും നല്ല യൂണിക് ഡിസൈനാണ്. ആ സാരി നമുക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പം പിന്നെ എടുത്തോന്ന് അമ്മയും പറഞ്ഞു, അമ്മയുടെ പെർമിഷന് കിട്ടി. അപ്പം പിന്നെ നാളെ കൂടെ പോയാലോ എന്നുണ്ട്. എന്തായാലും നല്ല ഹാപ്പിയായി ഞങ്ങൾ. വന്ന ഉടനെ ഇതുവരെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയ പോലും ഇല്ല. ഇത്ര പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും, പക്ഷെ നമുക്കിതൊക്കെയാണ് സന്തോഷം അല്ലേ മിസ്സേ? കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഇതൊക്കെയാണ്. ഇതൊക്കെ മതി നമുക്ക് സന്തോഷിക്കാൻ, വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എന്തായാലും എറണാകുളം ജൂലൈ വരെ അല്ലേ ഉള്ളൂ മിസ്സേ? ജൂലൈ വരെ ഉള്ളൂ. ജൂലൈ ഹാഫ് വരെ ഉള്ളൂ. അതൊക്കെ ഷീമാട്ടിയുടെ പേജിൽ പോയി കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് അറിയില്ല, ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ജൂലൈ വരെയൊക്കെ ഉള്ളൂ. പറ്റാവുന്നവരെ എറണാകുളത്തുള്ളവരൊക്കെ പോയി നോക്കിയെടുക്കുക. ഒരുപാട് സാരീസ് ഉണ്ട്, പല റേറ്റിലുണ്ട്. നോക്കിയെടുക്കണം നിങ്ങൾ. അതുപോലെ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ അവിടെ വെച്ച് തന്നെ നോക്കി. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ചെയ്യാൻ പറ്റത്തില്ല. ഈ ഓഫറിന് നമ്മൾ ഓഫറിന് എടുക്കുന്ന സാരികൾക്ക് പിന്നെ റിട്ടേൺ ഇല്ല. അപ്പം നിങ്ങൾ അവിടെ വെച്ച് തന്നെ തുറന്ന് നോക്കിയിട്ട് മാത്രം ഒന്ന് ഡാമേജ് ഒന്നും ഇല്ലെന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രം എടുക്കുക. അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലല്ലേ നമ്മുടെ ചേട്ടന്മാർ. ആ ചേട്ടന്മാർ കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല സാരികളൊക്കെ കിട്ടിയത്. അതുപോലത്തെ സ്റ്റാഫ് എല്ലാ ഷോപ്പിലും ഉണ്ടെങ്കിൽ ഷോപ്പൊക്കെ നല്ലപോലെ മെച്ചപ്പെടും കേട്ടോ. ഇത്ര ലോയലായിട്ടുള്ള സ്റ്റാഫ് ഞാൻ വേറെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലും കണ്ടിട്ടില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും പോവുക. ഇത് റിയൽ ജെനുവിൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പോവുക. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി നാളത്തെയും കൂടെ ചിലപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ കാണിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മൾ കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. ഇന്ന് നമ്മുടെ ഡേ 2 ആണ് ട്രെയിനിങ്ങിൻ്റെ അല്ലേ? അപ്പം നമ്മൾ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയിട്ട് കുറച്ച് ലേറ്റായില്ലേ? ഇവിടുന്ന് ലേറ്റ് ആയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഷീമാട്ടി പോകണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ പോകും. അങ്ങനെയാണ് അത് ഞാൻ ക്യാപ്ചർ ചെയ്യാം. എന്തായാലും പോയിട്ട് കാണാം. അങ്ങനെ സെക്കൻഡ് ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അന്ന് അവർക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ചെക്കിന് സെപ്പറേറ്റ് കൗണ്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. എല്ലാ വർഷവും ഓരോ അപ്ഡേറ്റ്സ് വരുമല്ലോ. നമ്മുടെ സിലബസ് ആണ് എപ്പോഴും ഓൾഡ് സിലബസിൽ. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു റിഫ്രഷ്മെന്റ് പ്രോഗ്രാം നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്മളിന്ന് എവിടെയാണ് വന്നേക്കുന്നത്?
എഗെയിൻ ഷീമാട്ടിയിലാട്ടോ വന്നേക്കുന്നത്. ഇല്ല ഇതും കൂടെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. എത്ര എന്താണെന്ന് ഗസ് ചെയ്യാവോ? ഒരു 2000. ബട്ട് ഇത് 595 രൂപ. എത്ര? 595 രൂപ. എനിക്ക് സാരിയൊക്കെ എടുത്തപ്പോൾ കുമ്പയ്ക്കൊന്നും എടുത്തില്ലല്ലോ എന്നുള്ളൊരു മോം ഗിൽറ്റ് എനിക്ക് അടിച്ചു. അപ്പോൾ നമ്മൾ നേരെ കിഡ്സിൻ്റെ സെഷനിൽ പോയി കേട്ടോ. കിഡ്സിൻ്റെ ഏരിയയിൽ വലിയ ഡിസ്കൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത റേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 ഡ്രസ്സ് കുമ്പയ്ക്കും എടുത്തു. എടുത്ത് വെച്ചേ. കുമ്പ വലുതാകുമ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ മിസ്സേ? കിഡ്സിൻ്റെ സെഷനിലെ ഡ്രസ്സസ് കളക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കളക്ഷൻസാണ്. എല്ലാ ടൈപ്പ് ഡ്രസ്സസ് ഉണ്ട്. പാർട്ടി വെയർ, കാഷ്വൽ വെയർ, അതുപോലെ നമ്മുടെ കിഡ്സിന് ഹൽദിക്കും ഈ സംഗീതിനും ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് സ്യൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സൊക്കെ ആയത് കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി തന്നെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്ര റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റ് ആയിരുന്നു എല്ലാത്തിനും. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് സാരി വാങ്ങിച്ചല്ലേ, വാങ്ങിക്കത്തില്ലെന്ന് വിചാരിച്ച് ഇന്നും വാങ്ങിച്ചു. ഇനി ഞാൻ ട്രെയിനിൽ ആലപ്പിക്ക് പോകാം, മിസ്സിൻ്റെ വീട്ടിലോട്ടും. ഇനി ഒട്ടും സമയമില്ല. ഞാൻ കുറേ നാളിന് ശേഷം ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക്. അങ്ങനെ 6:30 ഒക്കെ ആയപ്പോൾ ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ നല്ല ഒരു ദിവസമായിരുന്നു. ഇനിയിപ്പോൾ ഈ സാരിയൊക്കെ വീട്ടിച്ച് നമ്മയെ കാണിക്കാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.